അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ റൈറ്റിംഗ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഈ പേര് പോലെ തന്നെ റൈറ്റിംഗ് അബ്സ്ട്രാക്ട്. ഈ യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അഥവാ അബ്സ്ട്രാക്ട് എഴുതുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ അത് ഏവ. മാത്രമല്ല അബ്സ്ട്രാക്റ്റും അതേപോലെ തന്നെ സമ്മറി, ഇല്ലേ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സമ്മറിയുടെ പ്രത്യേകത. സോ സമ്മറിയും അബ്സ്ട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എന്ത്, എങ്ങനെയൊക്കെയാണ് ആ വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. ഓക്കെ, സോ ലെസണിലോട്ട് വരാം. ആദ്യം തന്നെ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു നോക്കാം. അതായത് ഒരു അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടൻസ്ഡ് ഫോം ഓഫ് റൈറ്റിംഗ് that gives an overview about a text, about a particular text. അതായത് ഒരു ടെക്സ്റ്റ്, ഓക്കെ, ഒരു ടെക്സ്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് അല്ലേ, സോ ആ ടെക്സ്റ്റിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ, ഓക്കെ, അതായത് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് ഫോം ഓഫ് റൈറ്റിംഗ്, അതായത് ചുരുങ്ങിയ കുറച്ച് ചുരുങ്ങിയ എന്നാൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് റൈറ്റിംഗിനെയാണ് നമ്മൾ എന്ത് പറയുക, അബ്സ്ട്രാക്ട് എന്ന് പറയുക. മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ടെക്സ്റ്റിനെ കുറിച്ച് ഒരു ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഭാഗം, അതായത് ഒരു കണ്ടൻസ്ഡ് ഫോം, എന്താ എല്ലാ ഇമ്പോർട്ടൻസും അഥവാ എല്ലാ മെയിൻ പോയിന്റ്സും എല്ലാം അടങ്ങിയ ഒരു ചെറിയ കണ്ടൻസ്ഡ് ഫോം ഓഫ് റൈറ്റിംഗിനെയാണ് എന്ത് പറയുക, നമ്മൾ അബ്സ്ട്രാക്ട് എന്ന് പറയുക. മനസ്സിലായല്ലോ? ഈ അബ്സ്ട്രാക്ട് വായിച്ച ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ കുറിച്ചുള്ള എല്ലാ അറിവും ലഭിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ അബ്സ്ട്രാക്ട് എന്തായിരിക്കും, ഒരു കണ്ടൻസ്ഡ് ഫോം, അതായത് ചെറുതായിരിക്കും. മനസ്സിലായല്ലോ? സോ അതാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ ദി പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ റൈറ്റിംഗ് അബ്സ്ട്രാക്ട്. ഒരു അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. സോ ശ്രദ്ധിച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മളൊരു അബ്സ്ട്രാക്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി അല്ലേ, എന്താ, നമുക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? പൂർണ്ണമായിട്ടും വായിച്ച് അതിന്റെ അർത്ഥങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ? മാത്രമല്ല ഇതിന്റെ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഒരു അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മനസ്സിലായല്ലോ? മാത്രമല്ല ഒരു അബ്സ്ട്രാക്റ്റിൽ തീർച്ചയായിട്ടും അടങ്ങിയിരിക്കേണ്ട ഒരു കാര്യം, കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ്? അതായത് ഈ ടെക്സ്റ്റ്, നമുക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിന്റെ പർപ്പസ് എന്താണ്, അതേപോലെ തന്നെ ദി സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി, ഇത് പഠിക്കുന്നതിനെ കൊണ്ടുള്ള സ്കോപ്പ് എന്താണ്, അതായത് ഭാവിയിലുള്ള സ്കോപ്പ് എന്താണ്, അതേപോലെ തന്നെ എന്ത് മെത്തോഡോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, മാത്രമല്ല ഇതിനെ തുടർന്ന് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെ, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ ആ അബ്സ്ട്രാക്റ്റിൽ അടങ്ങിയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും ഭയങ്കര, അതായത് ഒരു കണ്ടൻസ്ഡ് ഫോം ആണ്, എല്ലാ ഇൻഫർമേഷനും ഉണ്ട് താനും, എന്നാൽ ചെറിയൊരു ലെങ്തി അല്ല. മനസ്സിലായല്ലോ? സോ ഒരു അബ്സ്ട്രാക്റ്റിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകണം. എന്തൊക്കെ ഉണ്ടാകണം? ഈ ടെക്സ്റ്റിന്റെ പർപ്പസ് ഉണ്ടാകണം, ഇത് പഠിക്കുന്നത്
സ്കോപ്പ് എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മേജർ ആയിട്ടുള്ള മെത്തോഡോളജീസ് എന്താണെന്ന് അറിയണം. മാത്രമല്ല ഇതിനെ തുടർന്ന് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെ ഒരു അബ്സ്ട്രാക്റ്റിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? മാത്രമല്ല നമ്മളൊരു അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അബ്സ്ട്രാക്റ്റ് ഒന്നില്ലെങ്കിൽ സിമ്പിൾ പ്രസന്റിലായിരിക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഒരിക്കലും ഈ വർക്ക് എങ്ങനെ ചെയ്യരുത്, ഫ്യൂച്ചറിലേക്ക് പോകരുത്. ഫ്യൂച്ചർ ടെൻസിന്റെ ആ ടെൻസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും എഴുതരുത്. മനസ്സിലായല്ലോ? കാരണം ഓൾറെഡി നടന്നു കഴിഞ്ഞ അല്ലെങ്കിൽ ഓൾറെഡി പൂർത്തിയാക്കപ്പെട്ട വർക്കാണത്. മനസ്സിലായല്ലോ? സോ ഒരിക്കലും നിങ്ങൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചിട്ട് എഴുതരുത്. ഒന്നല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ എന്താ പാസ്റ്റ് ടെൻസ്. മനസ്സിലായല്ലോ? കംപ്ലീറ്റ് ആക്കപ്പെട്ട വർക്കാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എഴുതരുത്. മനസ്സിലായല്ലോ? ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ അഥവാ തന്നിട്ടുള്ള ടെക്സ്റ്റിന്റെ മേജർ, അതായത് മേജർ ആർഗ്യുമെന്റ് അത് കണ്ടുപിടിച്ച് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല അബ്സ്ട്രാക്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഇതിനെ ഒരുപാട് ബാധിക്കുന്ന കാര്യമാണ്. അബ്സ്ട്രാക്റ്റ് എപ്പോഴും എന്തായിരിക്കണം? ചെറുതായിരിക്കണം. കൃത്യമായി പറയുകയാണെങ്കിൽ 300 വാക്കിൽ കവിയരുത്. ഒരു അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ 300 വാക്കിൽ കവിയരുത്. അത്രയും ചെറിയ ഒരു ഫോർമാറ്റ് ആയിരിക്കണം എന്തിനുണ്ടാകേണ്ടത്? അബ്സ്ട്രാക്റ്റിന് ഉണ്ടാകേണ്ടത്. കമ്പാരിറ്റീവ്ലി ലൈക്ക് വൈൽ കമ്പയറിംഗ് ടു ദി സമ്മറി, നമ്മൾ സമ്മറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമ്മറിയേക്കാളും ചെറുതായിരിക്കണം ഇത് അബ്സ്ട്രാക്റ്റ്. മനസ്സിലായല്ലോ? മാത്രമല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അബ്സ്ട്രാക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം കീവേഡ്സ്, മനസ്സിലായല്ലോ? കീവേഡ്സ് എഴുതാൻ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. അത് അബ്സ്ട്രാക്റ്റ് വായിക്കുന്ന ആൾക്ക് കൂടുതൽ മനസ്സിലാകാൻ കുറെ കൂടി എന്ത് ചെയ്യും? ഹെൽപ്ഫുൾ ആവും. മനസ്സിലായല്ലോ? മാത്രമല്ല നമുക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റിൽ നിന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിന്റാക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അബ്സ്ട്രാക്റ്റിൽ നിന്നും ഒഴിവാക്കുക. മനസ്സിലായല്ലോ? മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഉപയോഗിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? അബ്സ്ട്രാക്റ്റ് എഴുതുക. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു അബ്സ്ട്രാക്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലോട്ട് കടന്നു വരുന്ന കാര്യങ്ങൾ. മനസ്സിലായല്ലോ? ഓക്കെ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് while we are taking, അതായത് when we are comparing summary and abstract, what is the result? അതായത് നമ്മൾ ഒരു അബ്സ്ട്രാക്റ്റും അതേപോലെ തന്നെ സമ്മറിയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള സിമിലറിറ്റി, അല്ലെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? സമ്മറിയും ഒരു അബ്സ്ട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നമുക്ക് ഇനി നോക്കാം കേട്ടോ. സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം അബ്സ്ട്രാക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബ്സ്ട്രാക്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും 300 വാക്കിൽ എന്ത് ചെയ്യരുത്? കവിയരുത്. മനസ്സിലായല്ലോ? എന്നാൽ സമ്മറി എങ്ങനെയാണ്? അബ്സ്ട്രാക്റ്റിനേക്കാളും വലുതാണ് എന്ത്? സമ്മറി. മനസ്സിലായല്ലോ? മാത്രമല്ല അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഒരേ സെയിം ഡൊമൈൻ ഓഫ് നോളജ്, അതായത് ഒരേ ലെവലിൽ അറിവുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എന്ത് ഈ അബ്സ്ട്രാക്റ്റ് വായിച്ചു കഴിയുമ്പോൾ സാധിക്കും. പക്ഷെ സമ്മറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സമ്മറി പൊതുവെ എന്തിനുള്ളതാണ്? ജനറൽ റീഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് എന്ത്? സമ്മറി ഉണ്ടാവുക. മനസ്സിലായല്ലോ? മാത്രമല്ല അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോർമല്ല എന്തിനുള്ളത്? അബ്സ്ട്രാക്റ്റ്. പക്ഷെ സമ്മറിക്ക് അങ്ങനെയല്ല. ഒരു സമ്മറി വായിച്ച ഒരു വ്യക്തിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്താകുമാണ്? ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാവും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ സമ്മറി, നമ്മളൊരു പുസ്തകത്തിന്റെ സമ്മറി നോക്കുമ്പോൾ ആ സമ്മറി വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റും? ഈ പുസ്തകം വായിക്കണോ അല്ലെങ്കിൽ വായിക്കണ്ടേ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു അബ്സ്ട്രാക്റ്റ് വായിച്ച ഒരു വ്യക്തിക്ക് ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്നില്ല. മനസ്സിലായല്ലോ? അതാണ് ഇനി വരുന്ന ഒരു പ്രശ്നം, അഥവാ ഇനി ഇതിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന് നോക്കാം. അബ്സ്ട്രാക്റ്റിൽ എന്ത് വരുന്നില്ല? ഇല്ലുസ്ട്രേഷൻസ് ഒരിക്കലും കടന്നു വരുന്നില്ല. പക്ഷേ സമ്മറിയിൽ ചില സാഹചര്യങ്ങളിൽ അല്ല ചില വർക്കുകളിൽ നമുക്ക് ഇല്ലുസ്ട്രേഷൻസ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു അബ്സ്ട്രാക്റ്റും സമ്മറിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അബ്സ്ട്രാക്റ്റും സമ്മറിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് വായിക്കണം. കാരണം തീർച്ചയായിട്ടും വരും, ഉറപ്പായിട്ടും
100% ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും അബ്സ്ട്രാക്ട് എന്താന്ന് പഠിച്ചു അല്ലെ, അബ്സ്ട്രാക്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് പഠിച്ചു, ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന സ്റ്റെപ്പുകൾ എന്താന്ന് നോക്കി. മാത്രമല്ല വി കമ്പയർ സമ്മറി ആൻഡ് അബ്സ്ട്രാക്ട്, അബ്സ്ട്രാക്റ്റും സമ്മറിയും നമ്മൾ എന്ത് ചെയ്തു, കമ്പയർ ചെയ്ത് പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് ആകെ പഠിച്ച് നന്നായി ശ്രദ്ധിക്കാനുള്ളത്. നന്നായി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എളുപ്പമാണ്. മാത്രമല്ല നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ലെസൺ കൂടിയാണ് കേട്ടോ അത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.